എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സെം 1 യൂണിറ്റ് 2 ശിശുവികാസം ഈ പാഠഭാഗത്തിൽ നിന്നും പ്രധാന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായി വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. വളർച്ച ഒരു ശാരീരികമായ മാറ്റമാണ് വളർച്ച. അതായത് നമ്മുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റം നമുക്കറിയാൻ സാധിക്കും. അവർ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് ഹൈറ്റ് വെച്ചവരുണ്ടാവാം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അവരെ നോക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ പഴയകാല ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശാരീരികമായ ഒരു മാറ്റമാണ് വളർച്ച. എന്നാൽ വികാസം എന്ന് പറഞ്ഞാൽ വളർച്ചയോടൊപ്പം നടക്കുന്നതാണ്. ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഒട്ടേറെ അറിവുകൾ ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അത് ആ കുട്ടിയുടെ വ്യവഹാരങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതാണ് വികാസം. വളർച്ചയോടൊപ്പം നടക്കുന്ന പരിസ്ഥിതിയുടെ സ്വാധീനം വഴി നടക്കുന്ന വ്യവഹാരങ്ങളിലെ ചില മാറ്റങ്ങളാണ് വികാസം. രണ്ടാമത്തെ പോയിന്റ് വളർച്ചയെക്കുറിച്ചാണ്. വളർച്ച ഒരു അനുസ്യൂത പ്രക്രിയ അല്ല. അതായത് ജനനം മുതൽ മരണം വരെ തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയല്ല വളർച്ച. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ വളരില്ല അല്ലേ. ഒരു പ്രായം വരെ മാത്രമാണ് വളർച്ച ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വികാസം ഒരു അനുസ്യൂത പ്രക്രിയ ആണ്. അത് ജനനം മുതൽ മരണം വരെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഓരോ അനുഭവങ്ങളും നമുക്ക് പാഠങ്ങളാണ്. അതൊക്കെ നമ്മുടെ വികാസത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, വളർച്ച സഞ്ചിത സ്വഭാവമുണ്ട്. വളർച്ചയ്ക്കും വികാസത്തിനും ഒരു സഞ്ചിത സ്വഭാവമുണ്ട്. സഞ്ചിത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്നതാണ് സഞ്ചിത സ്വഭാവം എന്ന് പറയുന്നത്. ഒന്നിൻ്റെ തുടർച്ചയായിട്ട് അടുത്തത് നടക്കുക. ഇപ്പോൾ വളർച്ചയുടെ കാര്യം എടുത്താൽ ആദ്യം തലഭാഗമാണ് വളരുന്നത്, പിന്നെ ഉടൽ, കാൽഭാഗം, ഇതെല്ലാം ഒരു തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ വികാസം എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി ആദ്യം കേൾക്കുന്നു, പിന്നെ കാണുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വികാസവും വളർച്ചയും ഒരു സഞ്ചിത സ്വഭാവം ഉള്ളതാണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, വളർച്ച പാരിമാണിക പ്രക്രിയ ആണ്. വളർച്ച പാരിമാണിക പ്രക്രിയ ആണ്. പാരിമാണികം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അളക്കാൻ പറ്റുന്നതാണ് എന്ത്? വളർച്ച. ഒരു വ്യക്തിയെ കാണുമ്പോൾ എത്രത്തോളം വളർന്നു എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ വികാസം ഗുണാത്മകമാണ് എന്നാണ് പറയുക. അതായത് അത് നമുക്ക് ഒരു വ്യക്തിയുടെ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം വികാസം പ്രാപിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അവരുമായിട്ട് പെരുമാറുമ്പോഴാണ് ആ വ്യക്തിക്ക് എത്രത്തോളം വികാസം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു ഗുണാത്മകമായ പ്രക്രിയയാണ് വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളർച്ച പാരിമാണികമാണ്, വികാസം ഗുണാത്മകമാണ്. അടുത്ത പോയിന്റ്, വളർച്ച പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. വളർച്ച പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ചില കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് എല്ലാവരും ഹൈറ്റ് കുറവുള്ളവരായിരിക്കാം. ചില കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് എല്ലാവരും ഹൈറ്റ് ഉള്ളവരായിരിക്കാം. അതുപോലെ അവരുടെ മൂക്കിൻ്റെ ഘടനയിലോ അല്ലെങ്കിൽ അവരുടെ ശരീരഘടനയിലോ ഒക്കെ ഒരേപോലെയുള്ള എന്തെങ്കിലും സാമ്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ വികാസം പൂർണ്ണമായിട്ടും പാരമ്പര്യത്തെ ആശ്രയിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവരുടെ പാരമ്പര്യമായിട്ട് എല്ലാവരും ഉയർന്നിരിക്കുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ചില കുട്ടികളിൽ വികാസം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, വികാസം പാരമ്പര്യത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി
അടുത്ത പോയിന്റ്, വളർച്ച പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. വളർച്ച പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു കുട്ടി വളരുന്ന സാഹചര്യം അല്ലെങ്കിൽ ധാരാളം പോഷകാഹാരങ്ങളൊക്കെ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച ശരിയായ രീതിയിൽ നടക്കുമെന്നുള്ളതാണ്. എന്നാൽ ആ കുട്ടി ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്, അവർക്ക് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ എന്താണ്, ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകണമെന്നില്ല, അല്ലേ? അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് ആ കുട്ടി ജനിക്കുന്ന പരിസ്ഥിതിയെ തീർച്ചയായിട്ടും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വികാസവും പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ കുടുംബം, അതേപോലെ ചുറ്റുപാട്, അവരുടെ പെരുമാറ്റവും സംസ്കാരവും ഒക്കെ തന്നെ ആ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല ചുറ്റുപാടിൽ വളരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ നല്ലൊരു വികാസം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ആ കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് എന്നുള്ളത്. ആ കുട്ടിയുടെ പെരുമാറ്റം കാണുമ്പോൾ അറിയാം നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണെന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ നല്ല ഒരു കുടുംബവും ചുറ്റുപാടും എല്ലാം എന്തിന് സ്വാധീനിക്കുന്നുണ്ട്? വികാസത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ്, വികാസം വളർച്ചയെ സ്വാധീനിക്കുന്നില്ല, അല്ലേ? ഒരു കുട്ടി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 5ാം ക്ലാസ്സിലെ പക്വത കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വളർച്ച ഒരിക്കലും 5ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ അത്ര എത്തില്ല എന്നുള്ളതാണ്. എന്നാൽ വളർച്ച വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? ഒരു കുട്ടി വളരുന്നതിനനുസരിച്ച് ആ കുട്ടികളിൽ കിട്ടുന്ന അറിവുകൾ കൂടുതലായിരിക്കും, അതിനനുസരിച്ച് വികാസം വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അപ്പോൾ വളർച്ച വികാസത്തെ സ്വാധീനിക്കുന്നു. 1-2 പോയിന്റ് വികാസത്തെക്കുറിച്ച് നോക്കാം. ലിംഗഭേദം അനുസരിച്ച് വികാസത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഒരു ക്ലാസ് മുറി എടുത്തു കഴിഞ്ഞാൽ അതിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അതായത് വികാസത്തിൽ വ്യത്യാസമുണ്ടാകും. 2ാമത്, രോഗങ്ങൾ വികാസത്തെ ബാധിക്കും. ഇപ്പോൾ മാനസിക രോഗങ്ങളുള്ളവരാവാം, ഓട്ടിസം ബാധിച്ചവരുണ്ടാവാം, അങ്ങനെ പല രോഗങ്ങളുള്ളവരും ഉണ്ടാകാം. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പെരുമാറ്റമായിരിക്കില്ല. ഇപ്പോൾ ചില കുട്ടികൾ നല്ല പ്രായമായവരുണ്ടാവാം, പക്ഷെ അവർ ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നവരുണ്ടാവാം, ദിനചര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികളുണ്ടാവാം, അല്ലേ? അപ്പോൾ രോഗങ്ങൾ വികാസത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനനക്രമം വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. ജനനക്രമം മാസം തെറ്റിയുള്ള പ്രസവം. ഇപ്പോൾ ചില കുട്ടികളെയൊക്കെ 6ാം മാസത്തിൽ തന്നെ പ്രസവിക്കുന്നവരുണ്ട്, അല്ലേ? നേരത്തെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് 6ാം മാസത്തിൽ തന്നെ പ്രസവിക്കുക, അല്ലെങ്കിൽ അതായത് ചുരുക്കി പറഞ്ഞാൽ മാസം തെറ്റിയുള്ള പ്രസവമൊക്കെ വരുമ്പോൾ അത് വികാസത്തെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ്, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ വികാസത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിലെ അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും രീതികളും എല്ലാം തന്നെ എന്താണ്, ആ കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. വംശങ്ങളും വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം 3 മാർക്കിനോ 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ വൃത്തിയായിട്ട് നോക്കുക. അടുത്തൊരു ഭാഗം അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്